ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. 2ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഉദ്ഗ്രഥനം 2ാം ദിവസം ഇൻ്റഗ്രേഷൻ ഡേ 2ൻ്റെ 2025-26 ഓണപരീക്ഷയുടെ ചോദ്യപേപ്പറും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 6ാമത്തെ പ്രവർത്തനം 6 പദപ്രശ്നം. അപ്പോൾ പദപ്രശ്നം പൂർത്തിയാക്കാനുള്ളതാണ് ആദ്യത്തെ ചോദ്യം. കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തി കളങ്ങളിൽ എഴുതുക. അപ്പോൾ കടങ്കഥകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം കണ്ടെത്തിയാൽ നമുക്ക് ഈ പദപ്രശ്നം പൂർത്തിയാക്കാം. അപ്പോൾ വലത്തോട്ടും തായോട്ടും ഉണ്ട് ചോദ്യങ്ങൾ. അപ്പോൾ വലത്തോട്ട് അല്ലേ, ഇതാണ് വലത്തോട്ട് അല്ലേ, നമ്മുടെ വലത് കൈയിൻ്റെ വശത്തേക്കുള്ളത് അല്ലേ, ഇടത് കൈയിൻ്റെ വശത്തേക്കുള്ളത് ഇടത്തോട്ട്. അപ്പോൾ വലത്തോട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? 1ാമത്തെയും 2ാമത്തെയും ചോദ്യങ്ങളാണ്. 1ാമത്തെ ചോദ്യം, പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. പിടിച്ചാൽ ഒരു മുറി അല്ലേ, കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അരിഞ്ഞാൽ ഒരു മുറം അല്ലേ, അരിയുമ്പോൾ അത് കുറേ ഒരു മുറം പോലെ ഉണ്ടാകും. ഏതാണ്? ചീര അല്ലേ, നമ്മൾ പഠിച്ചതാണ് ചീര അല്ലേ, നമ്മൾ പച്ചക്കറി അല്ലേ, ചീര അരിഞ്ഞാൽ അല്ലേ, നമ്മൾ പിടിക്കുമ്പോൾ ഒരൊറ്റ പിടി കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് അരിയുമ്പോൾ എന്താണ്? കുറേ ഉണ്ടാവും അല്ലേ, അരിഞ്ഞിങ്ങനെ വയ്ക്കുമ്പോൾ ഒരു മുറം പോലെ അല്ലേ, കുറച്ചുണ്ടാവും അല്ലേ. അപ്പോൾ ചീര എന്നാണ് ഉത്തരം. ചീര എന്ന് എഴുതുക. 1ാമത്തത് അല്ലേ, ഒന്ന് ഇട്ട് ഈ ബോക്സിലല്ലേ ചീര അല്ലേ, 2 അക്ഷരമേ ഉള്ളൂ. ഈ 2 തുള്ളികളായി വരുന്നു ഞാൻ, ചറപ്പറ ചറപ്പറ പെയ്യും ഞാൻ ആരാണെന്ന് പറയാമോ? അപ്പോൾ തുള്ളികളായി വരുന്നത് അല്ലേ, ആകാശത്തുനിന്ന് അല്ലേ, ഞാൻ ചറപ്പറ ചറപ്പറ പെയ്യും ഞാൻ ആരാണ്? മഴ. അമ്മ എന്ന് ഇവിടെ എഴുതുക. 2ാമത്തതാണ് അല്ലേ, വലത്തോട്ട് 2ാമത്തത് 2 അക്ഷരമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതുക വലത്തോട്ടേക്ക്. പിന്നെ തായോട്ടേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും ഉത്തരം അല്ലേ. 2ാമത്തത് മണ്ണിനടിയിൽ പൊന്നമ്മ അല്ലേ, 2ൽ തായോട്ട് വരുന്നത് മണ്ണിനടിയിലുള്ള പൊന്നമ്മ ആരാണ്? നമ്മൾ പഠിച്ചതാണ് മഞ്ഞൾ അല്ലേ, മഞ്ഞ കളറിൽ പൊന്നിൻ്റെ കളറ്, സ്വർണത്തിൻ്റെ കളറാണ് മഞ്ഞ കളറാണ് മഞ്ഞളിന്, മണ്ണിനടിയിലാണ് ഉണ്ടാവുക അല്ലേ. മണ്ണിനടിയിലെ പൊന്നമ്മ മഞ്ഞൾ അല്ലേ. ഇവിടെ നമ്മൾ മാ ആൾറെഡി ഉണ്ട് അല്ലേ, മാ ഉണ്ട്, മാ ഞാൾ എഴുതിയാൽ മതി. 3ാമത്തത് കറുമുറ തിന്നാൻ രസമാണ്, കറിയിൽ ചേർക്കും ഇനമാണ്, ഓറഞ്ചെന്നുടെ നിറമാണ്, ഞാനൊരു പച്ചക്കറിയാണ്. ഈ കടങ്കഥയ്ക്ക് ഉത്തരം എന്താണ്? 3ാമത്തത് ഇങ്ങനെ തായോട്ടാണ് വരുന്നത് അല്ലേ, തായോട്ട് 3 അല്ലേ. ഇപ്പോൾ കറുമുറ തിന്നാൻ രസമാണ്, കറിയിൽ ചേർക്കുന്ന ഇനമാണ്, ഓറഞ്ച് നിറമാണ് അല്ലേ, കളർ ഏതാണ്? ഓറഞ്ചാണ്, ഞാനൊരു പച്ചക്കറിയാണ്, പച്ചക്കറി അല്ലേ, കറിയിൽ ചേർക്കുന്ന ഓറഞ്ച് നിറത്തിലുള്ള പച്ചക്കറി ഏതാണ്? ക്യാരറ്റ്. ഇവിടെ ചീരയുടെ രാ ഉണ്ട്, അപ്പോൾ നടുവിൽ രാ വരുന്ന പച്ചക്കറിയാണ് അല്ലേ, ക്യാരറ്റ് അല്ലേ. അപ്പോൾ ഈ രാ ഇവിടെ ഉണ്ട്, അപ്പോൾ നമ്മൾ ക്യാറ്റ് എന്ന് എഴുതിയാൽ മതി, ക്യാരറ്റ്. ഇനി അടുത്തത് 4ാമത്തെ ചോദ്യം, ഞാനൊരു നീളൻ പഴമാണ്, മഞ്ഞ നിറത്തിൽ കുലയായി, തൊലി കളഞ്ഞ് തിന്നിടാം, വറുത്തെടുക്കാം, പായസമാക്കാം. ഏതാണത്? വാഴപ്പഴം അല്ലേ, മഞ്ഞ നിറത്തിൽ കുലയായിട്ട് അല്ലേ, മഞ്ഞക്കുല അല്ലേ, വാഴക്കുല അല്ലേ, തൊലി കളഞ്ഞ് തിന്നലാണ് അല്ലേ, തൊലി കളഞ്ഞ് തിന്നിടാം, വറുത്തിട്ട് വറുത്താക്കാം അല്ലേ, വറുക്കാം, അതുപോലെ പായസമാക്കാം, എല്ലാത്തിലും ആരാണ്? വാഴപ്പഴം. അപ്പോൾ ഇവിടെ അക്ഷരമുണ്ട്. ഇങ്ങനെയാണ് പദപ്രശ്നം പൂർത്തിയാക്കേണ്ടത്. വലത്തോട്ടുള്ളതിൻ്റെ ഉത്തരം വലത്തോട്ടേക്ക് എഴുതുക അല്ലേ. അപ്പോൾ ഇടയിലൊക്കെ കുറച്ച് അക്ഷരങ്ങൾ നമുക്ക് കിട്ടും. ഇനി തായോട്ടുള്ളത് അല്ലേ, അതിൻ്റെ ബാക്കി തായോട്ടുള്ളതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചാൽ ആ തായോട്ടുള്ളതും കിട്ടുന്നതാണ്. അടുത്ത ചോദ്യം എന്താണ്? പ്രവർത്തനം എന്താണ്? ക്രമപ്പെടുത്താം. അപ്പോൾ ക്രമത്തിലാക്കാനുള്ളതാണ്. ജാസ്മിൻ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി, അമ്മ പച്ചക്കറിത്തോട്ടത്തിലാണ്, അച്ഛനും സഹായിക്കുന്നുണ്ട്. എന്തൊക്കെ പണികളാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കൃഷിയുടെ ഘട്ടങ്ങൾ ക്രമപ്പെടുത്തി എഴുതുക. അപ്പോൾ അവർ ഇവിടെ തോട്ടത്തിലാണ്, പച്ചക്കറി തോട്ടത്തിൽ കൃഷി ചെയ്യുകയാണ്. അപ്പോൾ അവർ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ക്രമപ്പെടുത്തി എഴുതണം അല്ലെ, കൃഷിയുടെ ഘട്ടങ്ങൾ. ആദ്യം എന്താണ്? വിത്ത് വിതയ്ക്കലാണോ, നിലമൊരുക്കലാണോ, മണ്ണ് കിളക്കൽ, വിളവെടുക്കൽ, കള പറിക്കൽ. അപ്പോൾ ഇതിൽ ആദ്യത്തേത് നമ്മൾ ആദ്യം എഴുതണം. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്? മണ്ണിലെ മണ്ണിലാണ് കൃഷി ചെയ്യേണ്ടത്. അപ്പോൾ മണ്ണ് കിളക്കണം, മണ്ണിങ്ങനെ മാന്തി റെഡിയാക്കണം. അപ്പോൾ മണ്ണ് കിളക്കൽ അതാണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ അത് ഇങ്ങോട്ട് എടുത്ത് എഴുതുക, മണ്ണ് കിളക്കൽ. ഇനി 2ാമത് നമ്മൾ നിലമൊരുക്കണം അല്ലേ, നിലമൊരുക്കൽ 2ാമത്, അത് 2ാമത് എഴുതുക. പിന്നെ വിത്ത് വിതയ്ക്കൽ അല്ലേ, 3ാമത് വിത്ത് വിതയ്ക്കണം അല്ലേ, വിത്ത് വിതച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുക അല്ലേ, എന്നിട്ടാണ് വിളവെടുപ്പൊക്കെ അല്ലേ. സാധനം വിത്ത് വിതച്ചാലുള്ളൂ, എന്നിട്ടാണ്
സാധനം ഉണ്ടാവുകയുള്ളൂ, എന്നിട്ടാണ് അത് പറിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. ആദ്യം നമ്മൾ മണ്ണ് റെഡിയാക്കണം. മണ്ണ് കിളച്ച് റെഡിയാക്കിയിട്ട് നിലമൊരുക്കെ ഒരുക്കിയിട്ട് അതിൽ വിത്ത് പാകുക, വിത്ത് വിതയ്ക്കുക, എന്നിട്ട് കള പറിക്കുക. കള പറിക്കൽ, നാലാമത് കള പറിക്കൽ, ഏറ്റവും ലാസ്റ്റ് വിളവെടുക്കൽ. അത് പറിച്ചെടുക്കലില്ലേ, വിളവെടുക്കുക. സാധനമൊക്കെ ആയിട്ട് അത് വിളവെടുപ്പ് വിളവെടുക്കലാണ് ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത്. ആദ്യം കുഴിച്ചിട്ട് നിലമൊക്കെ റെഡിയാക്കി കുഴിച്ചിട്ടതിന് ശേഷമാണ് ലാസ്റ്റ് നമുക്ക് സാധനം പച്ചക്കറിയൊക്കെ ഉണ്ടായിട്ട് വിളവെടുക്കാൻ കഴിയുകയുള്ളൂ. അത് പറിച്ചെടുക്കുക പച്ചക്കറിയൊക്കെ ഉണ്ടായിട്ട് അതാണ് വിളവെടുക്കൽ. അപ്പോൾ അത് ഏറ്റവും അവസാനം എഴുതുക. ഇങ്ങനെ ഓർഡറിലാക്കുക, ക്രമപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഓർഡറിലല്ല തന്നത്. അപ്പോൾ ആദ്യത്തേത് ആദ്യം എഴുതുക, മണ്ണ് കിളക്കൽ. 2 നിലമൊരുക്കൽ. 3 വിത്ത് വിതയ്ക്കൽ. 4 കള പറിക്കൽ. 5 വിളവെടുക്കൽ. നിങ്ങളൊരു ചെടി കുഴിച്ചിടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പച്ചക്കറി നടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ എന്താ ചെയ്യുക, മണ്ണ് റെഡിയാക്കും, മണ്ണ് കിളക്കും, പിന്നെ അതിനുള്ള നിലമൊരുക്കും, 3 വിത്ത് വിതയ്ക്കും. എന്താണ് കുഴിച്ചിടുന്നത് അത് കുഴിച്ചിടും. എന്നിട്ട് കള പറിക്കും, എന്നിട്ട് വിളവെടുക്കും. ലാസ്റ്റല്ലേ വിളവെടുക്കൽ. ഇനി അടുത്ത ചോദ്യം, പ്രവർത്തനം 8. നമ്മുടെ ജലസ്രോതസ്സുകൾ. പച്ചക്കറിത്തോട്ടം നനയ്ക്കാൻ അടുത്തുള്ള കുളത്തിൽ നിന്നാണ് വെള്ളമെടുത്തത്. ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഏതൊക്കെ ജലസ്രോതസ്സുകൾ ഉണ്ട്? ജലസ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം എടുക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ വെള്ളമുള്ള എന്തും ജലസ്രോതസ്സുകൾ. വെള്ളമുള്ള സ്ഥലങ്ങൾ ജലസ്രോതസ്സുകൾ. അപ്പോൾ നമുക്ക് പുഴ, കിണർ, തടാകം, കടൽ, വെള്ളമുള്ള സ്ഥലം. നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജലസ്രോതസ്സുകളുടെ പേരുകൾ നിങ്ങൾക്ക് അറിയുന്നത് എന്തും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. കുയൽ കിണറുകളുണ്ട്, തടാകമുണ്ട്, റിവറിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കാറുണ്ട്, കടലിലെ സീയിൽ നിന്ന് വെള്ളം ഉണ്ട് അങ്ങനെ വെള്ളമുള്ള എല്ലാ സ്രോതസ്സുകളും, ജലമുള്ള സ്രോതസ്സുകൾ നമുക്ക് ഇവിടെ എഴുതാം. അതിൽ തന്നെ ഒരു ചോദ്യം കൂടിയുണ്ട്, ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതുക. ഇതിൽ നിങ്ങൾ പറഞ്ഞ കിണറിനെ കുറിച്ചിട്ടോ തടാകത്തെ കുറിച്ചിട്ടോ കടലിനെ കുറിച്ചിട്ടോ ഏതെങ്കിലും ഒന്നിനെ കുറിച്ചിട്ട് എന്തെങ്കിലും 2 വാക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ജലസ്രോതസ്, ഏതെങ്കിലും ഒരു ജലസ്രോതസ്. അപ്പോൾ കിണർ എങ്ങനെയാണ്? കിണറിനെ കുറിച്ച് എന്ത് എഴുതാം? കിണറിലെ വെള്ളം കുടിക്കാനും കുളിക്കാനും എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? കുളിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, നനയ്ക്കാൻ, പാത്രം കഴുകാൻ പാത്രം, വാഹനങ്ങൾ എന്നിവ കഴുകാനും കുടിക്കാനും മറ്റും ഉപയോഗിക്കുന്നു. കിണറിലെ വെള്ളം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? കിണറിലെ വെള്ളം കുളിക്കാനും നനയ്ക്കാനും പാത്രം, വാഹനങ്ങൾ എന്നിവ കഴുകാനും കുടിക്കാനും മറ്റും ഉപയോഗിക്കുന്നു. കുടിക്കാൻ, തിരുമ്പാൻ എന്തൊക്കെ കഴുകാൻ പാത്രമൊക്കെ കഴുകാൻ, നിങ്ങൾ കുളിക്കാൻ, ചെടി നനയ്ക്കാൻ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കിണറിലെ വെള്ളം. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. അടുത്തത് 9ാമത്തെ ചോദ്യം, പ്രവർത്തനം 9. സ്വാതന്ത്ര്യദിനം. ദേശീയ പതാകയ്ക്ക് നിറം നൽകൂ. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. എല്ലാവരും ദേശീയ പതാകയുമായിട്ട് സ്കൂളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ദേശീയ പതാകയുടെ മുകളിലുള്ള കളർ ഏതാണ്? ഇവിടെ അപ്പോൾ നിങ്ങളുടെ കളറിലുള്ളത് ഓറഞ്ച് കളർ ഇവിടെ മുകളിൽ കൊടുക്കുക, താഴെ ഗ്രീൻ പച്ച നിറം നൽകാം. അപ്പോൾ താഴെ ഭാഗത്താണ് പച്ച നിറം അത് ഓർത്ത് വെക്കുക. മുകളിൽ ഓറഞ്ച് നിറം കൊടുക്കുക. ഇനി ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള ചക്രത്തിൻ്റെ പേര്. ഈ ചക്രത്തിൻ്റെ പേരെന്താണ്? അശോക ചക്രം ഇത് അശോക ചക്രമാണ്. ഇതിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചത്. മധ്യത്തിലുള്ള ചക്രത്തിൻ്റെ പേര് അശോക ചക്രം. മധ്യത്തിലുള്ള ചക്രത്തിൻ്റെ പേര് അശോക ചക്രം. 200 രൂപ നോട്ട് നോക്കൂ. അതിൽ കാണുന്നത് ആരുടെ ചിത്രമാണ്? ഇതാരാണ്? മഹാത്മാഗാന്ധി ഗാന്ധിജിയുടെ ചിത്രമാണ്. ഗാന്ധിജി അല്ലെങ്കിൽ മഹാത്മാഗാന്ധി എന്നും എഴുതാം. അപ്പോൾ ഇതാരാണെന്ന് എല്ലാവരും അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതാരാണ്? നമ്മുടെ ഗാന്ധിജി അല്ലെങ്കിൽ മഹാത്മാഗാന്ധി എന്നും എഴുതാം. ഓക്കെ, ഇനി അടുത്തത് 10ാമത്തെ പ്രവർത്തനമാണ്. പ്രവർത്തനം 10, ഡയറി എഴുതാം. നിങ്ങളുടെ സ്കൂളിലെ സ്വാതന്ത്ര്യദിന വിശേഷങ്ങൾ ചേർത്ത് ഡയറി എഴുതൂ. അപ്പോൾ ഇന്ന് ആഗസ്റ്റ് 15 എല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനം അന്നായിരുന്നു, ആഗസ്റ്റ് 15 വെള്ളി. അപ്പോൾ അന്നത്തെ ദിവസത്തെ ഡയറി എന്തൊക്കെയാണ് സ്കൂളിൽ നടന്നത്? നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം? ഇന്ന് എൻ്റെ സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ആഘോഷിച്ചില്ലേ? അപ്പോൾ ആദ്യം ആഘോഷിച്ചു എന്ന് പറയാം. കുങ്കുമം, വെള്ള, പച്ച നിറങ്ങളിലുള്ള തോരണങ്ങൾ കൊണ്ട് സ്കൂളും പരിസരവും അലങ്കരിച്ചിരുന്നു. മുകളിലുള്ള ഓറഞ്ച് കളർ കുങ്കുമമാണ് അതിൻ്റെ പേര്. നിങ്ങളുടെ അടുത്ത് കളർ ഏതാണ്? ഓറഞ്ച് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ഓറഞ്ച് നിറം കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്.
അപ്പോൾ പേര് കുങ്കുമം എന്നാണ്. ഇപ്പോൾ കുങ്കുമം വെള്ള പച്ച നിറങ്ങളിലുള്ള തോരണങ്ങൾ കൊണ്ട് സ്കൂളും പരിസരവും അലങ്കരിച്ചിരുന്നു. ഫ്ലാഗൊക്കെ വെച്ച് കൊടികളൊക്കെ വെച്ച് അലങ്കരിച്ചിരുന്നു എന്നെഴുതാം. ബലൂണുകൾ തൂക്കിയിരുന്നു. എന്തൊക്കെയാണ് സ്കൂളിൽ നടന്ന കാര്യങ്ങളിൽ അന്ന് നിങ്ങളുടെ ഡയറിയിൽ എഴുതുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഹെഡ് മാസ്റ്റർ പതാക ഉയർത്തി, പതാക ഗാനവും ദേശീയ ഗാനവും പാടി. അധ്യാപകർ ഞങ്ങൾക്ക് മിഠായികളും ലഡുവും തന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷം കെട്ടി എൻ്റെ ചില കൂട്ടുകാർ വന്നിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷം കെട്ടിയിട്ട് വെള്ളവസ്ത്രമൊക്കെ ഇട്ടിട്ട് അല്ലേ, അങ്ങനെ കുറച്ച് കൂട്ടുകാർ നിങ്ങളുടെ സ്കൂളിൽ വന്നിട്ടില്ലേ, അങ്ങനെ കുറച്ച് വേഷം കെട്ടി കൂട്ടുകാർ വന്നിരുന്നു എന്നെഴുതാം. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പ്രസംഗവും കലാപരിപാടികളും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ചിട്ടുള്ള പ്രസംഗമുണ്ടായിരുന്നു, കലാപരിപാടികൾ, പാട്ടുണ്ടായിരുന്നു എന്നൊക്കെ എഴുതാം. ഇന്നെങ്ങനെയുള്ള ദിവസമായിരുന്നു? ഇന്ന് എനിക്ക് സന്തോഷമുള്ള ദിവസമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇന്ന് നല്ല രസമുള്ള ദിവസമായിരുന്നു, സന്തോഷമുള്ള ദിവസമായിരുന്നു. മിഠായി കിട്ടി, ലഡു കിട്ടി, സ്കൂളെല്ലാം അലങ്കരിച്ചിരുന്നു, പതാക ഉയർത്തി, ദേശീയഗാനം പാടി, സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ചിട്ടുള്ള പ്രസംഗവും പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അന്ന് നടന്ന കാര്യങ്ങളില്ലേ, ഇന്ന് മറക്കാൻ കഴിയാത്ത സന്തോഷമുള്ള ദിവസമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അന്നത്തെ ദിവസത്തെ ഡയറി എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയായിരുന്നു കഴിഞ്ഞ വർഷത്തെ 2025-26 ഓണപരീക്ഷയുടെ ചോദ്യപേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കണ്ടിട്ട് നന്നായിട്ട് പഠിച്ച് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പേരുകൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണേ. കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.